വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസല്ലം. ബഹുമാന്യനായ അധ്യക്ഷൻ ഖാദർ പാലാഴി, ഈ വേദിയിൽ സന്നിഹിതരായുള്ള അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരി, മുഹമ്മദ് അലി വാഫി, ജലീൽ വാഫി അടക്കമുള്ള വേദിയിലും സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി നാം ഇന്നിവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി CH ചെയറും കാളികാവ് വാഫി ക്യാമ്പസ് വിദ്യാർത്ഥികളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ സിമ്പോസിയം ഓൺ ലിറ്ററേച്ചർ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസിനെ കുറിച്ച് നടക്കുന്ന ഒരു സിമ്പോസിയമാണ് ഇവിടെ നടക്കുന്നത്. ഈ സാഹിത്യം എന്ന് പറഞ്ഞാൽ മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. അതിൽ സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ മർമ്മപ്രധാനമായിട്ട് വായന എന്നുള്ളതാണ്. സാഹിത്യവുമായി ബന്ധപ്പെട്ട ഒരു ഘടകമാണ് വായന. ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആധുനിക കാലഘട്ടം, ആധുനിക സാങ്കേതിക സൗകര്യങ്ങൾ. പണ്ട് കാലത്തൊക്കെ നമുക്ക് വായിക്കാൻ പറഞ്ഞാൽ ശരിക്കും മാനുവൽ വായന വേണം. ഇന്ന് വായന എന്ന് പറഞ്ഞാൽ എഴുതിയ ടെക്സ്റ്റ് അത് റീഡ് ചെയ്ത് തരുന്ന മെക്കാനിസം സംവിധാനമുണ്ട്. അത് റീഡ് ചെയ്തിട്ട് അതിനുള്ള ടെക്നോളജി ഉണ്ട്. അത് റീഡ് ചെയ്തിട്ട് അത് വായിച്ചു തരും. പത്രം വായിക്കണം എന്നല്ല, പക്ഷെ വായിച്ച് നമുക്ക് ഇങ്ങോട്ട് വായിച്ചു തരും. നമ്മൾ വായിക്കണം. പക്ഷെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് വായിച്ച് കേൾക്കുന്നത് ഒരു ഓഡിയോ അല്ലെങ്കിൽ ഒരു സ്പീച്ച് കേൾക്കുന്ന മാതിരി തോന്നും. അത് റീഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് തിരിച്ച് വായിച്ചു തരും. അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ ധാരാളം ഇപ്പോൾ ഉണ്ട്. സ്ഥിരമായിട്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിലിറ്റി ഉണ്ട് അങ്ങനത്തെ പുസ്തകങ്ങൾ. പക്ഷെ മനുഷ്യന്റെ ഉൽപ്പത്തി ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് വായനാശീലം എങ്ങനെ ഉണ്ടായി? നമ്മൾ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ ആൽഫബറ്റ്സ് പഠിച്ചു. അങ്ങനെ മാനുവലായിട്ട് റീഡ് ചെയ്ത് പഠിച്ചുണ്ടാക്കിയതാണ് വായനാശീലം. ആധുനിക സാങ്കേതിക ടെക്നോളജിയൊക്കെ വരുമ്പോൾ ഇത്തരം വായനയെ പറ്റ മറക്കുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു സംവിധാനം, ഒരു സാഹചര്യം വരുന്നുണ്ട്. കാരണം ടെക്നോളജി ദിനം പ്രതി ഇപ്പൊ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആധുനിക സാങ്കേതിക സൗകര്യം മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കും. ടെക്നോളജി ഒരു R&D പ്രകാരം വികസിച്ച് വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. സാഹിത്യം എന്ന് പറഞ്ഞാൽ അത് ഒരു എന്താ പറയുക, മനുഷ്യന്റെ കൂടപ്പിറപ്പായിട്ടുള്ള കിടക്കുന്ന ഒന്നാണ്. അത് നമുക്ക് മാറ്റങ്ങൾക്ക് വിധേയമായി, അത് എഴുത്തിന് വിധേയമായി കൊടുക്കുകയല്ല. ടെക്നോളജി പരമായി മാറ്റങ്ങൾ വരുന്നില്ല. നമ്മളത് വായിക്കുകയും അത് എഴുതുകയും അതിലൂടെ സാഹിത്യം പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു കാലഘട്ടം ശ്രദ്ധിക്കാം, ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ TV എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നു. പക്ഷെ TVനെ കുറിച്ച് എല്ലാവർക്കും ഒരു തെറ്റായ അഭിപ്രായം. TV കാണാൻ പാടില്ല, കേൾക്കാൻ പാടില്ല എന്നൊരു അഭിപ്രായം ഉണ്ട്. കാണരുത് അങ്ങനെ ഒരു പക്ഷെ ഇന്നതല്ല സ്ഥിതി. ഇന്ന് എല്ലാവരുടെ മൊബൈലിലും TVക്ക് പകരം യൂട്യൂബാണ്. ഈ യൂട്യൂബും TV പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. അതിൻ്റെ മീഡിയ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ഒന്ന് മൊബൈലാവും. ഇനി മൊബൈല് TVൻ്റെ ഇതിലേക്ക് കണക്ട് ചെയ്താൽ അതിലും കാണും. ഇതിൽ എല്ലാവരും ഇപ്പോൾ ഏത് ഉസ്താദായാലും ഒരു യൂട്യൂബിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ ഇത് കാണുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ എതിർത്ത് എന്തേലും അന്ന് കാലത്ത് കാണാൻ പാടില്ല എന്ന് എതിർത്ത് എന്തിനാ? TVനേനും. ആ TVയാണ് ഇപ്പൊ ഇന്ന് കാണുന്നത്, ആ TVനാണ് കേൾക്കുന്നത്. അതൊരു മീഡിയയാണ്. അതിൽ കാണുന്നത് കേൾക്കുന്നത്, അതിൽ കണ്ടന്റ് ചിലപ്പോ നമുക്ക് കാണാൻ പറ്റാത്തതുണ്ടാവും, കാണാൻ പറ്റുന്നുണ്ടാവും. ആ കണ്ടന്റ് ആണ് നമ്മൾ എതിർക്കപ്പെടേണ്ടത്, അല്ലാതെ ആ മീഡിയ അല്ല. ആ മീഡിയ ഒരിക്കലും എതിർക്കാൻ പാടില്ല. മീഡിയ നമുക്ക് വേണം. അത് പഠിക്കാനുള്ള സംവിധാനമാണ്. ഇന്നത്തെ ക്ലാസ്സിലൊക്കെ എല്ലാ ക്ലാസ്സിലും മദ്രസയിലൊക്കെ കുട്ടികൾ പഠിപ്പിക്കുന്ന യൂട്യൂബും TV വെച്ചിട്ടല്ലോ പഠിപ്പിക്കുന്നത്. അതിലെ കണ്ടന്റ് അനുസരിച്ച് പാകപ്പെടുത്തി അതിനെ കണ്ണടച്ച് അതിനെ എതിർക്കുന്ന സംവിധാനം പാടില്ല. ഇപ്പൊ അതേപോലെ തന്നെയാണ് സാഹിത്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ണടച്ച് എതിർക്കുന്ന ഒരു പാരമ്പര്യ ഒരു സമൂഹമുണ്ട്. കണ്ണടച്ച് സാഹിത്യം പാടില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അതെതിരാണ്. ആ രീതിയിലല്ല. സാഹിത്യത്തിലുള്ള കണ്ടന്റിനെ കുറിച്ച് പഠിച്ചിട്ട് വേണം പറയണമെങ്കിൽ അതെന്താണ്, വേണോ വേണ്ടേ, അങ്ങനെയായിരിക്കും. ആധുനിക സൗകര്യങ്ങൾ, സാങ്കേതിക രംഗങ്ങളൊക്കെ വികസിച്ച് വലുതാകുമ്പോൾ അതോടൊപ്പം തന്നെ നാം ഒട്ടും പിറകിൽ പോരുത്.
നമ്മൾ മറ്റുള്ള ആളുകൾക്ക് മുന്നിൽ എപ്പോഴും മുൻപന്തിയിൽ നിൽക്കാൻ പറ്റണം. ചെയറിന്റെ ഡയറക്ടർ സൂചിപ്പിച്ചല്ലോ, ഒരു വികസ്വര സമൂഹത്തിന് വേണ്ടി അവരെ വിദ്യാസമ്പന്നരാക്കാൻ വേണ്ടിയാണ് CH മുഹമ്മദ് കോയ സാഹിബിന്റെ നേതൃത്വത്തിൽ CH കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടുള്ളത്. CH എന്ന് പറഞ്ഞാൽ CH ആണ് ഇന്ന് നമുക്ക് കേരളത്തിൽ ഉള്ള എല്ലാ കുട്ടികൾക്കും, ഇപ്പൊ ഈ ഒരു യുഗത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കാനുള്ള ഒരു അവസരത്തിന് അദ്ദേഹമാണ് വിത്തുവാക്കിയത്. അദ്ദേഹം ആ കാലഘട്ടത്തിൽ സ്കൂളില്ലാത്ത പ്രദേശത്ത്, കാരണം LP സ്കൂളൊന്നും ഇല്ലെങ്കിൽ നമ്മളാരും പഠിക്കൂല. LP സ്കൂൾ അടുത്തുണ്ടെങ്കിലേ പോവുള്ളൂ, പോകാൻ കഴിയില്ല. അന്നത്തെ കാലഘട്ടത്തിൽ വാഹന ഗതാഗത യോഗ്യമായ സൗകര്യങ്ങളില്ല. അന്ന് ട്രാൻസ്പോർട്ടേഷൻ അടുത്തുണ്ടെങ്കിൽ മാത്രമേ പിന്നെ LP സ്കൂളിൽ പഠിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ദൂരെ പോയി പഠിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ബസ് ഉണ്ടാവില്ല, അന്ന് ആ സാഹചര്യമില്ല. CH മുഹമ്മദ് കോയ സാഹിബാണ് ഇതിനെല്ലാം ഇതിനൊക്കെ വിദ്യാഭ്യാസത്തിന്റെ, നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ ഉന്നത പഠനത്തിന് എല്ലാവരും മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹമാണ് അതിനൊക്കെ വിത്തുപാക്കിയത്. അദ്ദേഹമാണ് ഈ യൂണിവേഴ്സിറ്റി തുടങ്ങിയത്. അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതോടൊപ്പം നമുക്ക് നമ്മുടെ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ രംഗത്തേക്ക് സാഹിത്യവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും അതിൽ സുതാര്യമായ രീതിയിൽ നല്ല രീതിയിൽ സമൂഹത്തിന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മുടെ പ്രവർത്തനങ്ങളുടെ സർവശക്തൻ നമുക്കത് സാധ്യമാക്കി തരുമാറാവട്ടെ എന്ന് വൈകിയ വിളി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ഔപചാരികമായി അല്ലാഹുവിന്റെ തിരുനാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യം ഇവിടെ നിർവഹിച്ച് പ്രഖ്യാപിക്കുന്നത്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.